ഹായ്, ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പൂ എന്ന് പറയും കേട്ടോ. പാലക്കാട് വാഴപ്പൂ എന്ന് പറയുക, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്താ പറയുകയെന്നറിയില്ല. അതിന് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ ആ പൂവിൻ്റെ, അതെടുക്കില്ല. ദാറ്റ് മീൻസ് അതിൻ്റെ ആ ഒരു കളർ കണ്ടോ, അതുകൊണ്ട് അതെടുക്കില്ല. ബാക്കി വരുന്ന ഭാഗങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ആ പൂവുണ്ടല്ലോ അതെടുക്കും. അതെടുത്തിട്ട് അതിൽ നിന്ന് ഓരോന്നിലും ഇതേ ഉണ്ടോ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. ഇത് ഞാൻ പറിച്ച് കളയും കേട്ടോ. ഇത് വയറിൽ പോയാൽ ചേരില്ല എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഇത് ഓരോന്നായി എടുത്ത് ഞാനിങ്ങനെ പറിച്ച് കളയും. ഞാനിവിടെ 4 ലെയറുള്ള അതിൻ്റെ ഉള്ളിലുള്ള പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ചെറുതായി ഒന്ന് കട്ട് ചെയ്യണം. എത്രയും ചെറുതാക്കി അരിയാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കി അരിയണം കേട്ടോ. അങ്ങനെ പൂ ചെറുതായി അരിഞ്ഞ് വെച്ച് അതിന് മഞ്ഞവെള്ളത്തിലിടും. ഞാൻ മഞ്ഞവെള്ളത്തിലിട്ടിട്ടായിരുന്നു കഴുകാറുള്ളത്, അതിൻ്റെ ആ ഒരു ചുവ പോവാൻ. ഈ 4 ലെയറിൽ പൂ കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള ഭാഗമാണ്. അതിന് നല്ല സ്ലൈസായിട്ടൊന്ന് അരിയണേ. അരിയുന്ന സമയത്ത് അതിൻ്റെ നടുവിൽ കണ്ടോ ട്രയാങ്കിൾ ഷേപ്പിൽ, അതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അത് കഴിക്കാൻ ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ ആ ഭാഗം മുറിച്ചെടുക്കുക. എന്നതിന് ശേഷം സ്ലൈസായി അരിയണം. ഫുൾ പാർട്ടും സ്ലൈസായി ഒന്ന് അരിഞ്ഞ ശേഷം ഇനി അതിനെ വീണ്ടും ചെറുതായി ഒന്ന് അരിയണം. എത്രയും ചെറുതായി അരിയുന്നു അത്രയും അത് വേഗം വേവുകയും ചെയ്യും, ടേസ്റ്റും ഉണ്ടാവും. ഞാനെല്ലാം മഞ്ഞവെള്ളത്തിലിട്ട് കഴുകിയിട്ട് എടുക്കാറുള്ളൂ കേട്ടോ. അതിൻ്റെ ആ ഒരു ചുവ പോവാനാണ് മഞ്ഞവെള്ളത്തിലിടുന്നത്. നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അങ്ങനെ അതിന് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിന് നമ്മളിനി മഞ്ഞവെള്ളത്തിലിട്ട് കഴുകിയെടുക്കണേ. അതിൻ്റെ ആ ഒരു ചുവയും കാറലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി വാഴപ്പൂവിന് ഉപ്പേരിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു വലിയ ഉള്ളി, ഒരു കുഞ്ഞ് ചെറിയ തക്കാളി, 3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാനിതിൽ ചെറുപയറിടും കേട്ടോ. അപ്പോൾ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. രാത്രി ഞാൻ കുതിർത്ത് വെച്ച ചെറുപയറാണ്. അതാകുമ്പോൾ വേഗം വേകുമല്ലോ രാവിലെ. ഇനി ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. കടുകുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് സവാള ഇടണം. അത് നന്നായി ബ്രൗണിഷ് ആവുന്നത് വരെ വഴറ്റണം കേട്ടോ. സവാള അത്യാവശ്യം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ഇടാം. തക്കാളിയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർ ഒരു 1.5 തക്കാളിയൊക്കെ ഇടാം കേട്ടോ. ഇനി അതിലോട്ട് പച്ചമുളക് 2 മുറിച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. അത് നന്നായി വഴറ്റിയ ശേഷം അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്. അത് നന്നായി വഴറ്റിയ ശേഷം
നന്നാക്കണം കേട്ടോ. മുളക് പൊടി ഇടുന്ന സമയത്ത് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ വാഴപ്പൂവ് അതിലോട്ടിടുകയാണ്. അതിട്ട് നന്നായി ഇളക്കിയ ശേഷം അടച്ച് വെച്ച് വേവിക്കണേ. സിമ്മാക്കി അടച്ച് വെച്ച് വേവിക്കണം. അങ്ങനെ നമ്മുടെ വാഴപ്പൂവ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ആഡ് ചെയ്യണം കേട്ടോ. അത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം കറിവേപ്പില. അങ്ങനെ നമ്മുടെ വാഴപ്പൂ തോരൻ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ ദെൻ ബൈ, താങ്ക്സ്.